എക്കണോമിക്സ് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? കുറേ കണക്കും ഗ്രാഫും അതൊക്കെയാണോ? അതോ പഠിക്കാൻ നല്ല വിഷമമുള്ള സബ്ജക്റ്റ് എന്നാണോ? അതോ ശരിക്കും നല്ല താല്പര്യമുള്ള സബ്ജക്റ്റ് എന്ന രീതിയിലാണോ? എന്ത് തന്നെയാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു പുസ്തകം പറയാമോ? സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. E.F. ഷൂമാക്കറുടെ ഒരു പുസ്തകമാണ്. ഒരു ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണ്. തീർച്ചയായിട്ടും കുട്ടികളെ ഇൻസ്പയർ ചെയ്യും. അതെ, തീർച്ചയായിട്ടും. ഇവർ മുടങ്ങാതെ വായിക്കേണ്ട ഒരു പത്രം റെക്കമെൻഡ് ചെയ്യാമോ? എക്കണോമിക് ടൈംസ്. ഓക്കെ. അല്ലെങ്കിൽ ദ ഹിന്ദു. അത് തീർച്ചയായിട്ടും ഇവരുടെ മുന്നോട്ടുള്ള ഫോളോ ചെയ്യാവുന്ന ഒരു ഇതാണ്, പത്രമാണ്. എക്കണോമിക്സിനെ കുറിച്ച് പൊതുവിൽ ആൾക്കാർക്ക് ഇടയിൽ ഒരു മിത്ത് എന്താണ് എക്കണോമിക്സ് പഠനത്തെ കുറിച്ചുള്ള? സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആണ് എക്കണോമിക്സ് എന്നൊരു മിത്ത് ഉണ്ട്. അത് മാത്രമാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്ന ശാഖയാണ്. അത് പകുതി സത്യമാണ്, പക്ഷെ അത് മാത്രമാണ് എന്നതാണ് മിത്ത്. ഓക്കെ. റിസോഴ്സ് അലൊക്കേഷൻ ആണ് എക്കണോമിക്സ്, ഓപ്റ്റിമൽ അലൊക്കേഷൻ, അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന സാമ്പത്തികത്തെ കുറിച്ച് മാത്രം പഠിക്കുന്നതല്ല. സാമ്പത്തികത്തെ കുറിച്ച് മാത്രം പഠിക്കുന്നതല്ല. ഓക്കെ. പൊതുവിൽ നമ്മളൊരു എക്കണോമിക്സ് എന്ന രീതിയിലേക്ക് വിജയിക്കാൻ സഹായിച്ച, സഞ്ജീവിന് പേഴ്സണലി സഹായിച്ച ഒരു ഹാബിറ്റ്? നമ്പേഴ്സിനോട് വിമുഖത കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഐ ബിലീവ് ഇൻ നമ്പേഴ്സ്. അപ്പോൾ ഡേറ്റ എൻഗേജിംഗ് ആയി എക്കണോമിക്സിനെ അപ്രോച്ച് ചെയ്യുക എന്നെ വ്യക്തിപരമായിട്ട് എന്നെ സഹായിച്ച ഒരു ശീലമാണ്. ഡാറ്റയാണ് പ്രാണവായു. അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതെ.